ഹലോ. ഇന്നൊരു സ്പെഷ്യൽ വ്ലോഗാണ്. ഇന്ന് താനൂസിൻ്റെ 3rd ബർത്ത്ഡേ ആണ്. അതുപോലെ തന്നെ എൻ്റെയും ഏട്ടൻ്റെയും വെഡിങ് ആനിവേഴ്സറിയാണ്, 6th വെഡിങ് ആനിവേഴ്സറി. താനൂസിനല്ല, ഞങ്ങളുടെ 3ാമത്തെ വെഡിങ് ആനിവേഴ്സറിയുടെ അന്നാണ് താനൂസ് വരുന്നത്, ഞങ്ങളുടെ ലിറ്റിൽ ബേബി. അങ്ങനെ അവനിപ്പോൾ 3 വയസ്സ് തികഞ്ഞിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഞങ്ങൾക്ക് 6ാമത്തെ വെഡിങ് ആനിവേഴ്സറി. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയി. അമ്പലത്തിൽ എത്തിയിട്ട് പിന്നെ വീഡിയോസ് എടുക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അമ്പലത്തിലൊക്കെ പോയി തൊഴുത് പ്രാർത്ഥിച്ച് ഇനി അടുത്ത വർഷവും ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് ലൈഫ് ജീവിക്കാൻ പറ്റണേ എന്നങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ പോന്നു. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ്ട്രാ അതേ കണ്ടോ, താനൂസിൻ്റെ ഫസ്റ്റ് ഗിഫ്റ്റാണ്. അങ്ങനെ ഫസ്റ്റ് ഗിഫ്റ്റ് ചാച്ചൻ്റെ വക. അവൻ ഇറങ്ങിയപ്പോൾ തന്നെ വണ്ടിയുടെ ഉള്ളിലുണ്ട്, പോയി എടുത്തോളാം പറഞ്ഞ് അങ്ങനെ അവനോട് എടുക്കാൻ പറഞ്ഞ് അവൻ എടുത്തുകൊണ്ട് വന്ന രംഗമാണ് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടത്. അങ്ങനെ അച്ചിച്ചനും താനൂസും കൂടി ഓപ്പൺ ചെയ്യുകയാണ്. അവൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, അവന് ഭയങ്കര ഇഷ്ടമാണ് ഗിഫ്റ്റൊക്കെ പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു. താനൂസിൻ്റെ 3ാമത്തെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാനും ഏട്ടനും 3 ഗിഫ്റ്റ് കൊടുക്കാൻ പ്ലാൻ ചെയ്ത് അങ്ങനെ ഫസ്റ്റ് ഗിഫ്റ്റ് ചാച്ചൻ്റെ വക അങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് ഭയങ്കര ഇഷ്ടമാണ് ഫയർ ട്രക്ക്. അതുപോലെ തന്നെ ഉറക്കപ്പിച്ചില് പറഞ്ഞോളൂ ഫയർ എഞ്ചിൻ വേണത്, എന്ത് ഗിഫ്റ്റ് വേണമെന്ന് ചോദിച്ചപ്പോ എന്റെ വക ആരാ തന്നെന്ന് ചോദിക്കാണ്ട് ആരുടെ വകയാണെന്നൊക്കെ. ചാച്ചന്റെ വക ബർത്ത്ഡേ ഗിഫ്റ്റ് എന്റെ താനൂസിന് ഭയങ്കര ഇഷ്ടമാണ് ഫയർ ട്രക്ക്. അങ്ങനെ ഫസ്റ്റ് ഗിഫ്റ്റ് ഫയർ ട്രക്ക് കിട്ടി. ഇനി ഞങ്ങളുടെ ഗിഫ്റ്റ്, എൻ്റെയും ഏട്ടൻ്റെയും ഫസ്റ്റ് ഗിഫ്റ്റാണ്, അത് കൊടുക്കാണ്. ഹാപ്പി ബർത്ത്ഡേ. താനൂസ് പൊട്ടിക്ക്. എൻ്റെ ഏട്ടൻ്റെ ഫസ്റ്റ് ഗിഫ്റ്റാണ്. എന്താണെന്നറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട് ചെക്കന്. അങ്ങനെ ഭയങ്കര ഇഷ്ടത്തോടെ അവൻ പൊട്ടിക്കുകയാണ്. എന്നോട് പോലും പൊട്ടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ഏട്ടനോട് പറഞ്ഞു, ഏട്ടൻ്റെ അടുത്തും പൊട്ടിക്കണ്ട, അച്ഛനോടും പൊട്ടിക്കണ്ടെന്ന് പറഞ്ഞു. അവൻ സ്വന്തമായിട്ട് പൊട്ടിക്കാൻ വേണ്ടി നോക്കുക, പക്ഷെ പറ്റണില്ല. അങ്ങനെ ഞാനും ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്ത് വലിച്ച് പറിച്ചെടുക്കടാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി തുറക്കുമ്പോൾ അവന് ഓരോ ഭാഗങ്ങൾ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. എന്താണ് അതിൻ്റെ ഉള്ളിലെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു ഇഷ്ടം. സംഗതി പുറത്തിറങ്ങിയപ്പോൾ ആൾ ഭയങ്കരമായിട്ട് സന്തോഷമായി. അങ്ങനെ സംഗതി മൊത്തം ഞങ്ങൾ പൊട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ വിളിക്കണ്ടല്ലോ, അപ്പുറത്ത് ഓപ്പണാണല്ലോ, വലിച്ചിട്ട്. ഒരു സത്യാവസ്ഥ എന്തെന്നാൽ ബാറ്ററി മേടിച്ചിട്ടില്ല. എങ്ങനെയുണ്ട്? സംഗതി അവന് കണ്ട് ഇഷ്ടപ്പെട്ട് ഫസ്റ്റ് അവൻ നേരെ അച്ചിച്ചൻ്റെ അടുത്തേക്ക് ഓടി. അച്ചിച്ചനാണ് അവൻ്റെ ഒഫീഷ്യൽ മെക്കാനിക്. അങ്ങനെ അച്ചിച്ചന് കാണിച്ചു കൊടുത്ത് സംഗതി അച്ചിച്ചനും ബോധ്യമായി, ഇഷ്ടമായി. ആഹാ സൂപ്പർ. അങ്ങനെ ബാറ്ററി മേടിച്ചിട്ടുണ്ടായില്ലല്ലോ, അപ്പോൾ ഏട്ടൻ പോയിട്ട് ഫ്രീ ടൈം കിട്ടിയപ്പോൾ ബാറ്ററിയൊക്കെ പോയി മേടിച്ചുകൊണ്ട് വന്നു. 3 ബാറ്ററിയാണ് അതിന് മൊത്തത്തിൽ, ലൈറ്റും സൗണ്ടും ഒക്കെ ആയിട്ട്.
അടിപൊളിയായിരുന്നു. സംഗതി കാണാൻ നല്ല രസമാണ്. ഈ പിള്ളേർക്ക് പിന്നെ ഇങ്ങനത്തെ സാധനമൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അങ്ങനെ ഞങ്ങളും അത് മേടിച്ച് സെറ്റ് ചെയ്ത് അത് ഓൺ ചെയ്ത്. പിന്നെ അവൻ അതിൻ്റെ പുറകിൽ നിന്ന് മാറിയിട്ടേ ഉണ്ടായിരുന്നില്ല. അവന് ഭയങ്കര ഇഷ്ടമായി. ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള JCB ഇങ്ങനെ ഭയങ്കര TV-യിൽ വീഡിയോസൊക്കെ കാണുമ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാനപ്പോൾ അങ്ങനെ ഓൺലൈൻ നോക്കിയിട്ട് അങ്ങനെ മേടിച്ചത്. അവന് ഭയങ്കര ഇഷ്ടമായി. ചോദിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടമായി. പിന്നെ അതുമെന്ന് വിട്ടിട്ടേ ഇല്ല. അതിൻ്റെ കൂടെ തെറ്റിയിരുന്ന അവൻ കളിച്ചുകൊണ്ടിരുന്നത്. ചെടികളൊക്കെ പറിക്കുന്നതാണോ അത്? എന്തുണ്ടോന്ന്? എന്തിട്ടുണ്ടോന്ന്? കോലോ? കോഴിയാ? ഇതാണ് കോഴി. കൊടുക്ക് മേടിക്ക്. അങ്ങനെ ഇനി പൊട്ടിക്ക്. ഇനി പൊട്ടിക്ക്. പൊട്ടിച്ചോ. പിടിക്കാനല്ല പൊട്ടിക്കാനാണ്. അവിടെ ഇരിക്കി, താഴെ ഇരിക്കി. അങ്ങനെ ഉച്ചയായപ്പോഴേക്കും അച്ഛനും അച്ഛമ്മയും അവരെ ഗിഫ്റ്റ് അവന് സർപ്രൈസായിട്ട് കൊടുത്തു. അവന് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ അച്ഛമ്മൻ്റെ ഗിഫ്റ്റ്. ബാക്കി എല്ലാവരും അപേക്ഷിച്ച് അവന് ഏറ്റവും ഇഷ്ടമുള്ള ഗിഫ്റ്റാണ് അവർ കൊടുത്തത്. അതൊരു റിമോട്ട് കാറായിരുന്നു. അവൻ എപ്പോഴും ചോദിക്കുന്നൊരു സാധനമാണ്, നിനക്ക് എന്താടാ വേണ്ടത് ബർത്ത്ഡേക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയുന്നത് എനിക്ക് റിമോട്ട് കാർ മതി, റിമോട്ട് കാർ മതി. അങ്ങനെ അവസാനം അച്ഛനും അച്ഛമ്മയും കൂടി അതും അങ്ങോട്ട് സാധിച്ചു കൊടുത്തു. ചെക്കന് ഭയങ്കര സന്തോഷമായി. എന്താണ് അയ്യോ ഹായ് എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. ആര് തന്നതാണ്? എന്താ കിട്ടാത്തത്? ഇതേ പറഞ്ഞു. ഓ ഓ അച്ചാച്ചന് കൊടിഞ്ഞു പോകുന്നത്. കുടിച്ചോ. അതാ അടിയിലെന്തോ കുടിച്ചോ. അതൊക്കെ ചാർജ് ചെയ്യുന്നതാണ്. വില വെച്ചേക്ക അവിടെ വെച്ചേക്ക. അതിനില്ല അതിനില്ല. അയ്യോ കിട്ടിയേ വെള്ളക്കാറ് മതിന്ന്. കാറിന് വെള്ളം അടിച്ചത്. വെള്ളക്കാരല്ല വേണ്ടത്. വെള്ളക്കാറ് കിട്ടിയ അല്ലേ? അത് കറക്റ്റാണ്. ഓടുമ്പോ മറ്റേ അച്ഛനെ റിമോട്ട് വെക്കട്ടെ. റിമോട്ട് ഓൺ ചെയ്യട്ടെ. ചേട്ടാ ഉണ്ടാ അങ്ങനെ റിമോട്ട് കാറും കിട്ടി. സന്തോഷമായി. അങ്ങനെ കുറേ നേരം അവൻ അതിൻ്റെ പുറകെ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് ആശാനെ ഞാൻ
കഷ്ടപ്പെട്ട് കുറേ നേരം പരിശ്രമിച്ചിട്ട് കിടത്തി ഉറക്കി. കാരണം എന്താ, അടുത്ത ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യണ്ടേ, അത് കുറച്ച് പണിയുണ്ട് അതിൽ. അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. സൈക്കിളാണ് ഞങ്ങൾ സെക്കൻഡ് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തേക്കുന്നത്. സൈക്കിള് അവന് ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഒരെണ്ണം കിട്ടി, പക്ഷേ അതിൻ്റെ ടയറിന് എന്തോ കംപ്ലൈൻറ്റ് വന്നിട്ട് അവന് അധികം ചവിട്ടാൻ പറ്റിയില്ല. അപ്പോൾ അന്ന് തുടങ്ങി ചേട്ടൻ്റെ മനസ്സിലിങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അവനിനി സൈക്കിൾ മേടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 3ാമത്തെ ബർത്ത്ഡേ അല്ലേ, ഇനിയിപ്പോൾ നഴ്സറിലൊക്കെ പോയി തുടങ്ങാറായല്ലോ. അപ്പോൾ പിന്നെ എന്തായാലും സൈക്കിൾ മേടിച്ച് കൊടുക്കാം എന്നങ്ങനെ ചേട്ടൻ പറഞ്ഞു. അവന് മേടിക്കാം. അങ്ങനെ മേടിച്ചതാണ് സംഗതി. പക്ഷേ നമ്മളെ പറ്റിച്ച് സാധനം ലേറ്റ് ആയി എത്തിയപ്പോൾ ബർത്ത്ഡേയുടെ അന്നാണ് വന്നത്. അപ്പോൾ അവനെ കാണിക്കാണ്ട് ഞങ്ങൾ എന്ത് ചെയ്ത് പയ്യെ ഡെലിവറി ബോയ് വന്നപ്പോൾ അവനെ മാറ്റിയൊക്കെ നിർത്തിയിട്ടാണ് സംഗതി പർച്ചേസ് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ ഒളിപ്പിച്ചൊക്കെ വെച്ച് അവനെ ഉറക്കി കിടത്തിയാൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഉറക്കി കിടത്തി, കുറേ സമയം എടുത്തിട്ട് ഉറക്കി കിടത്തി. അത് കഴിഞ്ഞ് പിന്നെ സംഗതി പുറത്തേക്കൊക്കെ എടുത്ത് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഏട്ടനാണെങ്കിൽ വർക്കും ഉണ്ട്, അതിനിടയിൽ കോള് വരും. കോള് കഴിഞ്ഞ് പിന്നെ വർക്ക് എങ്ങാനും എമർജൻസി ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യാൻ പോവും. അങ്ങനെ മൊത്തത്തിൽ കഷ്ടപ്പാടായിരുന്നു ഒന്ന് വർക്ക് ചെയ്ത് സെറ്റ് ചെയ്തൊന്നും എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചേട്ടൻ വർക്കിന് വേണ്ടിയിട്ട് പോയി. അത് അപ്പോൾ പിന്നെ ഞാൻ ഒറ്റയ്ക്കായി. ഉച്ചയ്ക്ക് ആയതുകൊണ്ട് അച്ഛനും അമ്മയൊക്കെ കിടന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ പണിപ്പുരയിലായിരുന്നു. കുറേ സ്പാൻഡറൊക്കെ മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മറിച്ചൊക്കെ ഇട്ട് നോക്കി. നമുക്ക് നടക്കണുണ്ടോ? എനിക്ക് ഇതിൻ്റെ വലിയ പരിപാടികളൊന്നും വലിയ ധാരണയൊന്നുമില്ല. പിന്നെ ഉള്ള അറിവ് വെച്ച് അങ്ങോട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. അങ്ങനെ പിന്നെ സംഗതി കഷ്ടപ്പെട്ട് ഒരു സ്പാൻഡർ കണ്ടുപിടിച്ച് പിന്നെ അത് കഴിഞ്ഞ് അതൊക്കെ ഒന്ന് തിരിച്ച് സ്ക്രൂവും നട്ടും ബോൾട്ടൊക്കെ ഇട്ട് തിരിക്കാനൊക്കെ നോക്കിയപ്പോഴേക്കും ഏട്ടൻ വന്ന്. ഭാഗ്യം രക്ഷപ്പെട്ട്, അല്ലെങ്കിൽ ഞാൻ പിന്നെ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെട്ടാനായിരുന്നു. അങ്ങനെ ചേട്ടൻ വന്നിട്ട് മറ്റേ കാറ്റലോഗൊക്കെ ഒന്ന് നോക്കി. പിന്നെ അത് മനസ്സിലാവാണ്ടിട്ട് പിന്നെ ഫോണിൽ വീഡിയോ ഒക്കെ നോക്കി ഇത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യണ കാര്യങ്ങളൊക്കെ. അങ്ങനെ അത് നോക്കി പിന്നെ കുറേ നേരം ഞങ്ങൾ ട്രൈ ചെയ്ത് പിന്നെ കുറച്ച് പരിപാടികളൊക്കെ ഒന്ന് ചെയ്ത് സീറ്റും പിന്നെ സൈഡിലെ പെഡലും ഒക്കെ ഒന്ന് പിന്നെ മറ്റേ ഇത് പിടിക്കണ മറ്റേ ഇതൊക്കെ ഹാൻഡിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത്. എന്നിട്ട് പിന്നെ ഫൈനൽ ഒന്ന് റെഡി ആവാണ്ട് വന്നപ്പോൾ പിന്നെ അച്ഛൻ വന്നപ്പോൾ അച്ഛൻ നമ്മുടെ മെക്കാനിക്കാണല്ലോ. അപ്പോൾ പിന്നെ അവസാനം അച്ഛനും ഞാനും പോയി. അങ്ങനെ അത് മുഴുവൻ സെറ്റ് ചെയ്ത് അച്ഛൻ വന്നപ്പോഴാണ് മൊത്തത്തിൽ സൈക്കിളിൻ്റെ പരുവത്തിലൊക്കെ ഒന്ന് ആയത്. അങ്ങനെ പിന്നെ അപ്പോഴേക്കും ആശാൻ എണീറ്റ് കരച്ചിൽ തുടങ്ങി. അപ്പോഴേക്കും ഞാൻ വേഗം ബലൂണൊക്കെ വീർപ്പിച്ച് സംഗതി ഒന്ന് സർപ്രൈസിങ് മോഡിലൊക്കെ കൊണ്ടുവന്ന് വേഗം കൊണ്ടുവന്ന് വെച്ച് എന്നിട്ട് അവനെ വിളിക്കണ്ടേ, സർപ്രൈസ് ആക്കണ്ടേ. അങ്ങനെ പിന്നെ വേഗം അവൻ്റെ കരച്ചിലൊക്കെ ഒന്ന് മാറ്റിച്ചിട്ട് അവനെ വിളിച്ചു. സൈഡിക്ക് ഉറക്കത്തിൽ നിന്നിട്ടുണ്ടാവും. ഞങ്ങൾ വിചാരിച്ച അത്ര അങ്ങോട്ട് സർപ്രൈസ് ആയില്ല എന്ന് തോന്നുന്നു കണ്ടിട്ട്. പിന്നെ ഇത് അവന് പറ്റിയ സാധനമല്ലല്ലോ, അവനേക്കാളും കുറച്ച് സൈസ് കൂടുതലല്ലേ. അവനിങ്ങനെ കളിപ്പാട്ടും അങ്ങനത്തെ ചിന്ന ചിന്ന സാധനങ്ങളൊക്കെ ആയിരിക്കുമല്ലോ പിള്ളേർക്ക് ഇഷ്ടം. അവൻ അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചേ, പക്ഷെ സംഗതി കുറച്ച് വലുതായിപ്പോയി. എന്നാലും കുഴപ്പമില്ല, അവന് ഇനിയായാലും ചവിട്ടാലോ. അപ്പോൾ സീറ്റിന് കുറച്ചൊരു ഹൈറ്റ് ഒരു പ്രശ്നമുള്ള കാരണം അവന് ഫുള്ള് പെഡൽ കറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാലും അവന് കുഴപ്പമില്ല. ഓക്കെ ശരി ഞാനിത് പിന്നെ അങ്ങോട്ട് സെറ്റാക്കിക്കോളാം എന്നുള്ള മൈൻഡിലായിരുന്നു. ലാസ്റ്റ് ഹാപ്പി ബർത്ത്ഡേ എന്തൊക്കെ തന്നെ. പൊളിക്ക് ബ്ലൂ സ്റ്റാർ
അമ്മ നിന്നെ പറ്റിച്ചാണ് പരച്ചു വിടുന്ന അമ്മ നിന്നെ പറ്റിച്ച് അവിടെ ഇല്ലടാ ഫ്രണ്ടില് അങ്കമാടി കളിക്കാനുള്ള വരയ്ക്കാനുള്ള പേന പെൻസില് ക്രയോൺസ് താനും നീ ആ മെട്രിക്സിലോട്ട് വന്നോണ്ടിരിക്കണ്ട നിന്റെ മെട്രിക്സ് കിട്ടിയിട്ടമ്മ അപ്പുവിന്റെ ശിഷ്യത്തെ സ്വീകരിച്ചതി. ഞങ്ങളുടെ ലാസ്റ്റ് ഹാപ്പി ബർത്ത്ഡേയുടെ ഗിഫ്റ്റും കൊടുത്ത് ഞങ്ങൾ ബർത്ത്ഡേ ഗിഫ്റ്റിൻ്റെ പരിപാടി അങ്ങോട്ട് അവസാനിപ്പിച്ച് പിന്നെ വൈകുന്നേരം മറ്റേ ഇതൊക്കെ കേക്ക് കട്ട് ചെയ്യാനുള്ള ഡെക്കറേഷനും പരിപാടികളൊക്കെ ആയിരുന്നു. അതിനിടയിൽ അമിത്തുവിനെ എൻ്റെ വീട്ടിൽ നിന്ന് പൊക്കി. അങ്ങനെ അവൻ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ഈ ഗിഫ്റ്റ്. അപ്പോൾ ഇത് പൊട്ടിക്കാൻ വേണ്ടി ആശാൻ ഭയങ്കരമായിട്ട് നിൽക്കുക, പൊട്ടിക്ക് വലിച്ചു പറിച്ച് കീറ് എന്നുള്ള മൈൻഡിൽ. അപ്പോൾ അതിനിടയിൽ അപ്പോൾ വന്നിട്ട് ഇങ്ങനെയല്ലടാ പൊട്ടിക്കണ്ടേ, ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് അവനൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു പൊട്ടിക്കാൻ വേണ്ടി. അങ്ങനെ അതും പൊട്ടിച്ച് ഞാനാണെങ്കിൽ അതിനിടയിൽ മറ്റേ ഡെക്കറേഷനും പരിപാടികളൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് ബിസിയായിരുന്നു. അങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ അപ്പുവും ചിച്ചും അമ്പാടി എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അതിൻ്റെ പരിപാടിയിൽ അതിനിടയിൽ നമ്മുടെ ആശാൻ ഗിഫ്റ്റൊക്കെ കണ്ട് ഫുൾ എക്സൈറ്റഡ് ആയിട്ട് ഭയങ്കര സന്തോഷമായി. സൂപ്പർ എന്നൊക്കെ പറയുക, ഇങ്ങനെ ഉണ്ടറാന്ന് ചോദിച്ചപ്പോൾ. അങ്ങനെ അവൻ അതും കാണിച്ച് പിന്നെ ഞങ്ങൾ നേരെ ഡെക്കറേഷൻ പരിപാടിയിലേക്ക് പോയി. അവനെ റെഡിയാക്കണം എല്ലാവരും. അങ്ങനെ മൊത്തത്തിലൊക്കെ ഒന്ന് റെഡിയായി വന്ന് ഞങ്ങൾ സെറ്റായി. അതിനിടയിൽ ഞാൻ അപ്പൂനെയാണ് വീഡിയോ എടുക്കാനായിട്ട് ഏൽപ്പിച്ചത്. എല്ലാവരും വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുന്ന ടൈമാണ്. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ജോലിയൊക്കെ കഴിഞ്ഞ് എത്തണമല്ലോ. അങ്ങനെ ഞങ്ങൾ ഫുള്ള് ഡെക്കറേഷനും പരിപാടികളൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ പിന്നെ കേക്ക് കട്ട് ചെയ്യാനുള്ള പരിപാടിയിൽ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. ഓരോരുത്തരായിട്ട് എത്തിയിട്ടുണ്ട്, പാപ്പന്മാരും മേമ്മമാരും എല്ലാവരും. ഞങ്ങൾ പിള്ളേർ സെറ്റ് എല്ലാവരും ഒരു 10-20 പേരുണ്ട് ടീം മൊത്തം. അങ്ങനെ ഞങ്ങളെല്ലാവരും എത്തി കേക്ക് മുറിക്കാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ശരി. എന്നാൽ ഞങ്ങൾ കേക്കും ബാക്കി പരിപാടികളൊക്കെ ഒന്ന് കണ്ടിട്ട് വരൂ കേട്ടോ. ഓക്കെ. Happy birthday to you. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി നോക്കി. ഹാപ്പി വെഡിങ്. ഒരു വെടിക്ക് 2 പക്ഷി എന്നൊക്കെ പറയണ പോലെ ഒറ്റ കേക്കിൽ ഞങ്ങൾ ബർത്ത്ഡേയും വെഡിങ് ആനിവേഴ്സറിയും കേക്ക് കട്ട് ചെയ്ത് അങ്ങനെ മൊത്തത്തിൽ ഞങ്ങൾ ആഘോഷിച്ച്. അങ്ങനെ ഞങ്ങളും ഹാപ്പി, താനൂസും ഹാപ്പി, ഞാനും ഹാപ്പി. അങ്ങനെ ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ എല്ലാവരും കേക്കൊക്കെ കട്ട് ചെയ്ത് ഞങ്ങളെല്ലാവരും കൂടി വെട്ടിക്കൂട്ടി കഷ്ണങ്ങളാക്കി അങ്ങോട്ട് തട്ടി. മിഠായിയും പായസവും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബായ്.